തെരുവിലെ അഗതികൾക്കും അനാഥർക്കുമായി ജീവിതം ഉഴിഞ്ഞുവെച്ചവനും ഭാരതം കണ്ട തീക്ഷ്ണമതിയായ ദിവ്യകാരുണ്യ പ്രേക്ഷിതനുമായ ആകാശപ്പറവകളുടെ സ്ഥാപകൻ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ വിടവാങ്ങിയിട്ട് 5 വർഷം തികയുകയാണ്. മനസ്സിന്റെ താളം തെറ്റിയവരെയും വഴിയോരത്ത് അലയുന്നവരെയും സ്വന്തമായി സ്വീകരിച്ച് അവരെ ഒപ്പം പാർപ്പിച്ച കുറ്റിക്കലച്ചന്റെ സുഹൃതങ്ങൾ അസാധാരണമായ ദൈവാനുഭവമുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയാണ് എന്നത് നിസ്തർക്കം. ആലപ്പുഴ പുറക്കാട് കുറ്റിക്കൽ PC ജോസഫിന്റെയും ത്രേസ്യാമ്മയുടെയും 7 മക്കളിൽ രണ്ടാമനായി 1950 ജനുവരി 11 അനേകം മനുഷ്യഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിന്റെ തിരിതെളിയിച്ച ഈ അതുല്യ വ്യക്തിത്വത്തിന്റെ ജനനം. 1967 ജൂൺ 3 അദ്ദേഹം ദിവ്യകാരുണ്യ മിഷണറി സഭയിൽ പ്രവേശിച്ചു. 1970 ജൂൺ 11 ആദ്യ വ്രതവാഗ്ദാനം നടത്തി. 1977 മെയ് 15 എറണാകുളം അതിരൂപത സഹായമെത്രാനായിരുന്ന ബിഷപ്പ് സെബാസ്റ്റ്യൻ മങ്കുഴിക്കരയിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു. പാലക്കാട് കത്തീഡ്രൽ സഹവികാരിയായും മുപ്പത്തടം ഇടവക വികാരിയായും നിയമിതനായ ജോർജച്ചൻ MCBS സഭയുടെ വൊക്കേഷൻ പ്രൊമോട്ടറായും സഭയുടെ ദിവ്യകാരുണ്യ പ്രഘോഷണ സംഘത്തോടൊപ്പവും ശുശ്രൂഷ നിർവഹിച്ചു. പ്രമുഖ ഭക്ഷ്യവളർത്തൽ കേന്ദ്രം സന്ദർശിക്കാൻ ഇടയായതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ ദിശ തിരിച്ചുവിടാൻ നിമിത്തമായത്. ദേശാടനം നടത്തിവരുന്ന സൈബീരിയൻ കൊക്കുകൾക്ക് പോലും പേരിടുകയും സംരക്ഷണത്തിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ മനുഷ്യർ മേൽവിലാസമോ സുരക്ഷിതത്വമോ പാർപ്പിടമോ ഇല്ലാതെ ആരാലും അറിയാതെ മൺമറയുന്നു എന്ന ചിന്ത അദ്ദേഹത്തെ ആകാശപ്പറവകളുടെ കൂട്ടുകാർ എന്ന കൂട്ടായ്മയ്ക്ക് അടിസ്ഥാനമിടാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ തൃശൂരിലെ പീച്ചിക്കടുത്ത് പുത്തൂർ പഞ്ചായത്തിലെ ചെന്നായപ്പാറയിൽ അഗതികൾക്കും തെരുവുമക്കൾക്കും താമസമൊരുക്കാൻ ആകാശപ്പറവകളുടെ ആദ്യ സ്ഥാപനം ഒരുങ്ങി. അഗതികളുടെ അമ്മ എന്ന് കീർത്തികേട്ട വിശുദ്ധ മദർ തെരേസ തന്നെയാണ് 1994 ജനുവരി 18 പ്രസ്തുത സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് എന്നതും ശ്രദ്ധേയമായി. 1997 ഡിസംബർ 25 കുറ്റിക്കലച്ചൻ ആകാശപ്പറവകളുടെ ദിവ്യകാരുണ്യ ഉടമ്പടി സമൂഹം സ്ഥാപിച്ചു. ദൈവത്തെ പ്രതി പ്രേക്ഷിത തീക്ഷ്ണതയിൽ ജ്വലിച്ചു പ്രവർത്തിച്ച അപൂർവ വ്യക്തിത്വമായിരുന്ന ഫാദർ ജോർജ് കുറ്റിക്കൽ ആരാരുമില്ലാത്തവർക്ക് കൂടപ്പിറപ്പായി മാറുക വഴി വീണ്ടെടുത്തത് അസംഖ്യം ജീവിതങ്ങളിൽ എന്നേക്കുമായി അണഞ്ഞെന്ന് കരുതിയ പ്രതീക്ഷയുടെ വെളിച്ചമായിരുന്നു. 2017 ഡിസംബർ 20 ലോകത്തോട് എന്നേക്കുമായി വിട പറയുമ്പോഴേക്കും താൻ തുടങ്ങിവെച്ച ദൗത്യം തുടരാനുള്ള ഒരു സമൂഹത്തിന് അദ്ദേഹം അടിത്തറ പാകിക്കഴിഞ്ഞിരുന്നു. ഇഹലോകവാസം വെടിഞ്ഞ് 5 വർഷങ്ങൾ പിന്നിടുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈടുറ്റ സാക്ഷ്യമായും ദൈവസ്നേഹത്തിന്റെ അസാധാരണ പ്രതിഫലനമായും കുറ്റിക്കലച്ചൻ ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.